കുഞ്ഞു മക്കൾക്കിടാൻ പറ്റിയൊരു ഹെയർ ബാൻഡിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നൈലോൺ ബാൻഡൊക്കെ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ നല്ല റേറ്റ് ആവുമല്ലോ. ഒരു പീസിന് തന്നെ നൈലോൺ ബാൻഡിന് 18 രൂപ ആ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത് 5 രൂപയ്ക്ക് നമുക്കൊരു 3-4 ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ പറ്റും ഈ ഇലാസ്റ്റിക് വെച്ചിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബാൻഡാണ്. ആദ്യം ഞാനെൻ്റെ കയ്യിലുള്ള ഒരു ക്ലോത്ത് എടുത്ത് അപ്പം അതിനെ രണ്ടായിട്ട് മടക്കിയ ശേഷം 13 ഇഞ്ചാണ് ഞാൻ അടയാളപ്പെടുത്തിയത് നീളം. 13 ഇഞ്ച് ഒരു ഭാഗം. അപ്പോൾ ടോട്ടൽ 26 ഇഞ്ച് ഉണ്ടാവും. പിന്നെ വീതി ഒരു 1.5 ഇഞ്ച് ആ ഒരു വീതി. നമുക്ക് ഹെയർ ബാൻഡ് എത്ര വലിപ്പം വേണോ ആ വലിപ്പത്തിനനുസരിച്ചാണ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ ഞാൻ ഒരു 1.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തി. ഇനി അത് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ ക്ലോത്തൊന്നും പൈസ കൊടുത്ത് വാങ്ങണ്ട. ഈ ടൈലർമാരുടെ അടുത്തൊക്കെ പോയാൽ അവരുടെ അടുത്തുണ്ടാവും കട്ട് പീസ്. അതൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രം നമ്മൾ പൈസ കൊടുത്ത് തുണി വാങ്ങിച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്യുക. നമ്മൾ ടൈലർ ഷോപ്പിലൊക്കെ പോയിട്ട് നിങ്ങളിങ്ങനെ നല്ല പീസൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കുട്ടികളെ മുടിമക്കുത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല പീസൊക്കെ ഉണ്ടെങ്കിൽ എടുത്തേക്കേണ്ടി പറഞ്ഞാൽ ഓരത് മാറ്റി വെക്കും. അപ്പോൾ അങ്ങോട്ട് അതിൽ ചെയ്ത് പഠിച്ചിട്ട് നമുക്ക് പിന്നെ ഓർഡർ കിട്ടുമല്ലോ നമ്മൾ ഫോട്ടോസൊക്കെ കണ്ടിട്ട്. അപ്പോൾ മാത്രം നമ്മൾ നല്ലതിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ഇവിടെ എടുത്തു. ഇനി ഇത് നമുക്ക് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒന്ന് തുന്നി കൊടുക്കുക. വലിയ സ്റ്റിച്ചിലൊന്ന് തുന്നി കൊടുക്കുക. അപ്പോൾ ഇത് കൈകൊണ്ട് തുന്നുക, അല്ലാതെ ഇത് മെഷീനിൽ സ്റ്റിച്ച് ചെയ്യരുത്. അപ്പോൾ അത് തെറ്റിപ്പോവും, നമുക്ക് വലിക്കാൻ കഴിയൂല. അതുകൊണ്ട് സൂചി നൂലും ഉപയോഗിച്ചിട്ട് തന്നെ തുന്നണം. അങ്ങനെ ഫുള്ളായിട്ട് തുന്നിയതിൻ്റെ ശേഷം ഇത് ഒന്നായിട്ട് നമുക്ക് വലിച്ചിട്ട് ഒന്ന് കൂട്ടി കൊടുക്കുക. എന്നിട്ട് കെട്ടിട്ട് കൊടുക്കുക. നല്ല ടൈറ്റാക്കി കെട്ടിട്ട് കൊടുക്കുക. ഒരു 3-4 കെട്ടിട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഇതിൻ്റെ കരയിൽ ഇങ്ങനെ ചെറുതായിട്ടൊരു ഇത് വരുന്നുണ്ട്, സ്റ്റിച്ച് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അത്ര കട്ടിയിൽ നിൽക്കുന്നത്. പക്ഷേ നമുക്ക് പ്ലെയിൻ നെറ്റിലും ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. ഇനി ആ രണ്ടും കൂടെ അറ്റം പിടിച്ചിട്ട് ഒന്ന് തുന്നി കൊടുക്കുക. ആ വിട്ട് നിൽക്കുന്ന ഭാഗം കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് അതും നല്ലോണം ഒന്ന് പോരാത്ത കോലത്തിൽ കെട്ടിട്ട് കൊടുക്കുക. സിമ്പിളാണ് ഈ ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എളുപ്പത്തിൽ തുടക്കക്കാർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഹെയർ ബാൻഡാണ്. അപ്പോൾ ഹെയർ ബാൻഡിന് ഫ്ലവറും ഇവിടെ റെഡിയായിന്. ഇനി ഇത് നമ്മൾക്ക് നല്ലൊരു സ്റ്റോണ് അതിൻ്റെ നടുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. പിന്നെ കയ്യിലിപ്പോൾ ഉള്ള ഒരു സ്റ്റോൺ വെച്ചിട്ട് ഞാനത് ഒട്ടിച്ചു കൊടുത്തു. ഇനി ഈ ഫ്ലവർ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്യാൻവാസിൻ്റെ കഷ്ണം എടുത്തിട്ട് ഒരു മൂടി വെച്ചിട്ട് അതൊന്ന് റൗണ്ടിൽ വരച്ചു കൊടുക്കുകയാണ്. ആ മൂടിൻ്റെ അളവിന് അങ്ങനത്തെ 2 എണ്ണം വരച്ചിട്ട് അത് രണ്ടും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫ്ലവർ ഒട്ടിക്കണത്. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ നല്ല വൃത്തി ഉണ്ടാവും. പശ പുറത്തേക്ക് കാണൂല്ല. നല്ല കാണാനും നല്ലൊരു ഭംഗി ഉണ്ടാവും. മറ്റേ നേരിട്ട് ഒട്ടിക്കുമ്പോൾ നമ്മൾ ആ ഇലാസ്റ്റിക്കിൻ്റെ ബാൻഡിൽ പശയൊക്കെ കാണും. അപ്പോൾ ഒരു വൃത്തികേടാണ്. അപ്പോൾ ഇനി നമ്മൾ ഇലാസ്റ്റിക് എടുത്തിട്ട് നമുക്ക് എത്രയാണോ വേണ്ടത്, കുട്ടീൻ്റെ അളവ് എത്രയാണോ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. നൈലോൺ ബാൻഡൊക്കെ വാങ്ങുമ്പോൾ നമുക്കൊരു പീസിന് തന്നെ 20-18 ആ റേറ്റാണല്ലോ വരുന്നത്. ഇതാകുമ്പോൾ 5 രൂപയ്ക്ക് 1 മീറ്റർ വാങ്ങിച്ചാൽ ഒരു 3-4 ഹെയർ ബാൻഡ് ചെയ്യാൻ പറ്റും. നല്ല സോഫ്റ്റ് നൈലോൺ ബാൻഡ് പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ടുള്ളൊരു ബാൻഡാണിത്. അപ്പോൾ ഇത് നമ്മൾ പിടിച്ചിട്ട് ഇനി ഇതിൻ്റെ 2 അറ്റം കൂടെ ഒന്ന് കൂട്ടി തുന്നി കൊടുക്കുക. നല്ലവണ്ണം ഒന്ന് തുന്നി കൊടുക്കുക. വൈറ്റ് കളറിൽ മാത്രമല്ല പല കളറുകളിലും ഈ എലാസ്റ്റിക് വരുന്നുണ്ട്. ഇനി നമ്മളിത് തുന്നി കഴിഞ്ഞതിൻ്റെ ശേഷം നല്ലോണം ഒന്ന് കെട്ടിട്ട് ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നേരത്തെ വെട്ടി വെച്ച ക്യാൻവാസിൻ്റെ പീസ് എടുത്തിട്ട് ഒന്ന് ഈ ഫ്ലവറിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ആ ഒട്ടിച്ച ക്യാൻവാസിൻ്റെ മുകളിൽ തന്നെ ഒന്നും കൂടെ പശ തേച്ച് കൊടുക്കുക.
അങ്ങനെ പശ തേച്ചതിന് ശേഷം നമ്മൾ തുന്നി വെച്ച എലാസ്റ്റിക് ഉണ്ടല്ലോ, ആ എലാസ്റ്റിക് എടുത്തിട്ട് അതിൻ്റെ ആ കെട്ട് വരുന്ന ഭാഗം ആ പശയിലൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ മറ്റേ കഷ്ണം കൂടെ എടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയുക.